അവിടെ ഇന്നലെ ആരെങ്കിലും വന്നിരുന്നോ? പൃഥ്വിരാജ് ചോദിച്ചു. ഒരു ഫക്കീറും കുറേ ആളുകളും വന്നിരുന്നു. മരച്ചോട്ടിൽ വിശ്രമിക്കുകയായിരുന്ന അവരെ ഞങ്ങൾ തടഞ്ഞു. അപ്പോഴവർ അനാസാഗർ കുളത്തിനടുത്തേക്ക് താമസം മാറ്റി. ശരി, അതുകൊണ്ട് തന്നെയാണ് ഒട്ടകങ്ങൾ എഴുന്നേൽക്കാത്തത്. നിങ്ങൾ ഉടനെ അയാളുടെ അടുത്ത് ചെന്ന് ക്ഷമ ചോദിക്കുക, പൃഥ്വിരാജ് ഒട്ടക പരിപാലകരോട് കൽപ്പിച്ചു. അവർ ഖ്വാജ തങ്ങളുടെ അടുത്ത് ചെന്ന് മാപ്പിരന്നു. നിങ്ങൾ പൊയ്ക്കൊള്ളുക, അള്ളാഹുവിൻ്റെ നിശ്ചയമുണ്ടെങ്കിൽ ഒട്ടകങ്ങൾ എഴുന്നേറ്റുകൊള്ളും. അവർ അത് കേട്ട് മടങ്ങി. ചെന്നു നോക്കുമ്പോൾ ഒട്ടകങ്ങളെല്ലാം എഴുന്നേറ്റ് നിൽക്കുന്നതായി കണ്ടു. ഹാജർ റളിയല്ലാഹു അൻഹുവിനോട് ശത്രുത പുലർത്തിയിരുന്ന പൃഥ്വിരാജിൻ്റെയും അനുയായികളുടെയും എല്ലാ കുതന്ത്രങ്ങളും നിഷ്ഫലമായി. അവരുടെ ആദ്യ നീക്കം തന്നെ അവർക്ക് തിരിച്ചടിയായി തീരുകയാണ് ചെയ്തത്. അനാദേവ് എന്ന രാജാവ് കുഴിപ്പിച്ച ഒരു കുളമാണ് അനാസാഗർ. 6 ഫർലോങ് നീളവും 3 ഫർലോങ് വീതിയുമുണ്ടതിന്. അതിൻ്റെ 3 ഭാഗവും പർവ്വതങ്ങളാകുന്നു. കുളത്തിൻ്റെ നാനാഭാഗത്തും ഒട്ടനേകം ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. ഈ ക്ഷേത്രങ്ങൾ പരിപാലിക്കാനും അവിടെ പൂജാകർമ്മങ്ങൾ